ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ വരാനിരിക്കുന്ന നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ ഇപ്പോൾ 12 മണിക്ക് നമ്മുടെ പവിത്രം ഇനി വരാനിരിക്കുന്ന പവിത്രം സീരിയലിൻ്റെ അപ്കമിങ് വിശേഷം ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യാനായിട്ട് കൃത്യം രാവിലെ 6:30 തന്നെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ 3 പരമ്പരകളാണ് ഈ ചാനലിൽ ഇടുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. അങ്ങനെ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്ന സീനൊക്കെ ഇനി വരുന്ന എപ്പിസോഡിലാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്ന് ഏകദേശം കാണിച്ച് നിർത്തുന്നതിൽ അമ്പലത്തിൽ പോകുന്ന അവരെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ സുധീഷ് മുണ്ടും ഷർട്ടൊക്കെയാണ് ഇടുന്നത്. നമ്മുടെ നിധി സുധീഷ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നിധിക്ക് വേണ്ടിയിട്ട് രാവിലെ പോയി പൂവൊക്കെ മേടിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നിധിയുടെ മനസ്സ് കീഴടക്കാനുള്ള എല്ലാ നമ്പറുകളും സുധീഷ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സുനന്ദ വരുന്നുണ്ട്. അപ്പോൾ സുനന്ദയും ലളിതയും അശ്വിനും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സുനന്ദ ലളിതയെ പറയുന്നുണ്ട്, അമ്മ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ പോവാം. എന്തായാലും നമ്മൾ കുടുംബമായിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ അതൊരു ഇതല്ലേന്ന് പറയും. അപ്പോൾ ലളിത പറയും, വേണ്ട നമുക്ക് പ്രത്യേകം പോയത്, നമുക്ക് അവിടെ ചെന്നിട്ടേ വേറെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. എന്ത് പരിപാടി, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയും സുനന്ദ പറയുന്നത്. പക്ഷേ ലളിത സുനന്ദനെ വഴക്ക് പറയാനായിട്ട് നിൽക്കണം. കാര്യം അങ്ങനെയൊന്നും ഞാൻ നിൽക്കുന്നില്ല, നിനക്ക് വേണമെങ്കിൽ നീ ഇവിടെ നിന്നോ. അങ്ങനെ അശ്വിനെ വിളിച്ചിട്ട് ലളിത പോകാനായിട്ടുള്ള ഒരു പ്രോബ്ലം ഇതൊക്കെയാണ്. അവസാനം പിന്നെ സുനന്ദ എന്നാൽ പോവാം. അങ്ങനെ സുഭാഷ് ചേട്ടൻ്റെ അടുത്തും നിധിയുടെ അടുത്തൊക്കെ പറയാം, നമുക്ക് അവിടെ വെച്ച് കാണാം കേട്ടോ, എന്നാൽ പോവാമെന്ന് പറഞ്ഞിട്ട് അവർ പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മണിച്ചേട്ടൻ നമ്മുടെ സുധീഷിനെ സുഭാഷിനെ നികേഷിനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നേരെ നമ്മുടെ തറവാട്ടമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഭാസ്കറിനെ രാവിലെ മുതലേ കാണാനില്ല. സുഭാഷ് പറയുന്നുണ്ട്, ഈ അച്ഛൻ ഇത് എവിടെ പോയി കിടക്കുക. അങ്ങനെ അവർ അമ്പലത്തിൽ ചെന്ന് ഇറങ്ങണതും അതാ നിൽക്കുന്നത് നമ്മുടെ ഭാസ്കരൻ. കമ്മിറ്റിക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ചും ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പൂജയെ കുറിച്ചും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ ഭാസ്കരൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് ഈ ഭാസ്കരൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവർ കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ ഭാസ്കരൻ കമ്മിറ്റിക്കാരുടെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ കുടുംബം ദേ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുടുംബത്തെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതെൻ്റെ മൂത്ത മകൻ സുഭാഷ്, ഇത് സുധീഷ്, അവൻ്റെ ഭാര്യയാണ് നിധി, അത് കഴിഞ്ഞ് നമ്മുടെ ഹരീഷ്, പിന്നെ നികേഷ്, ഇളവൻ നികേഷ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പം സുഭാഷ് ചോദിക്കും, അല്ല അച്ഛൻ രാവിലെ എന്നെ ഇങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കും. അപ്പം ഭാസ്കരൻ പറഞ്ഞ്, പിന്നെ അല്ലാണ്ട് നിങ്ങളെന്താ ഇത്ര വൈകിയെന്ന് ഭാസ്കരൻ ചോദിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ തൊഴുതു, നിങ്ങൾ പോയി തൊഴുതിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മണിച്ചേട്ടൻ അവരെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ അമ്പലമൊക്കെ എല്ലാം ചുറ്റി കാണിച്ച് അവിടുത്തെ പ്രതിഷ്ഠകളും അവിടുത്തെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ അമ്പലത്തിൽ വന്ന സമയത്ത് പൂജാരി പൂജയ്ക്കായിട്ടൊക്കെ എത്തുകയാണ്. അങ്ങനെ പൂജയ്ക്കായിട്ട് വരുന്ന സമയത്ത് പൂജയുടെ കാര്യങ്ങളും എല്ലാം ഇവർ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഈ മനസ്സിലാക്കുന്ന സമയം ലളിതയ്ക്ക് അത്ര ഒരു ഇതില്ല, ഒരു കുശുമ്പ് കുന്നായ്മ ഉണ്ടല്ലോ ലളിതയ്ക്ക്. അല്ലെങ്കിലും ഭാസ്കറിനെയും മക്കളെയും കുടുംബത്തെ അല്ലെങ്കിൽ തന്നെ ലളിതയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവർ പൂജയും കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ലളിത പറയുന്നുണ്ട്, അതെ ഇവരൊക്കെ ഇപ്പം വന്നല്ലേ തിരുമേനി, ഞങ്ങളല്ലേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി വർഷങ്ങളായിട്ട് ഞങ്ങളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അവരെ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും കൊടുക്കാണ്ട എന്നുള്ള മട്ടിൽ ലളിത കുറച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു ചേച്ചി ചോദിക്കുന്നുണ്ട്, അല്ല ലളിത ഇതാര് ആളാ? അപ്പം നമ്മുടെ സുഭാഷ് പറഞ്ഞു, ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാ, ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്, ഞങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് വരാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മണിച്ചേട്ടൻ ഇപ്പോൾ ചോദിച്ച ചേച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, ചേച്ചിക്ക് മനസ്സിലായില്ലേ നമ്മുടെ ലളിതേച്ചിയുടെ ആങ്ങളെയാണ് ഈ ഭാസ്കരൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഏതാ ലളിതയുടെ ആങ്ങളെ ഭാസ്കരനോ? ആ ഭാസ്കരനല്ലേ സ്വന്തം ഭാര്യ എന്തോ കൊന്ന് ജയിലിൽ പോയവൻ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവരുടെയൊക്കെ മുഖം അങ്ങ് വല്ലാണ്ട് വിഷമിക്കുകയാണ്. ഭാസ്കരന് ആകെ മനസ്സിന് എന്തോ പോലെ ആയിപ്പോയി. ഒരു കൊലയാളിയെന്ന്, ഒരു അമ്പലമാണെന്നുള്ളത് പോലും ഓർക്കല്ല, ഒരു കൊലയാളി എന്നൊക്കെ പറഞ്ഞ് അത്രയും മോശമായ രീതിയിലൊക്കെ അങ്ങ് സംസാരിക്കണം. എന്തോ പോലത്തെ ഒരു ബുദ്ധിമുട്ടങ്ങ് ആവുകയാണ് ഭാസ്കരന്. ഭാസ്കർ അവിടെ നിന്ന് അപ്പം തന്നെ എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ്. കാരണം ഈ ലളിതയുടെ അടുത്തൊക്കെ അധികം സംസാരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു അമ്പലമായതുകൊണ്ട് അതിൻ്റെ ഒരു മര്യാദ ഉള്ളതുകൊണ്ട് ഭാസ്കർ എണീറ്റ് പോയി, അല്ലെങ്കിൽ ഭാസ്കരൻ ചുട്ട മറുപടി അപ്പം തന്നെ കൊടുത്തനെ. അപ്പം നമ്മുടെ മണിച്ചേട്ടൻ ചോദിച്ചു, അല്ല ഭാസ്കരേട്ടൻ ആൾ നല്ല ഒരു ശുദ്ധനാണെന്നാണല്ലോ ഞാൻ കരുതിയത്, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഭാസ്കരേട്ടനുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, എൻ്റെ പൊന്നുമായിട്ടാ ഓരോ ദേഷ്യവും ശത്രുതയും കൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കണം, അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണോ ദേഷ്യം കൊണ്ട് പറയണേ അല്ലേ, അല്ലെങ്കിൽ തന്നെ കണ്ടാൽ അറിയാം ഭാസ്കരൻ
ഭാസ്കരേട്ടന് അതിനുള്ള ഒരു ഇതൊന്നുമില്ല, വെറും പാവ എന്നങ്ങ് മണിച്ചേട്ടൻ പറയണ. അങ്ങനെ അവർ മണിച്ചേട്ടൻ അമ്പലത്തിൽ ഇവരെയൊക്കെ കൊണ്ടുപോയി ചുറ്റി നടന്ന് എല്ലാ പ്രദക്ഷിണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരൊക്കെ അവിടെ വന്നിരിക്കുകയാണ്. അപ്പം പൂജയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സുഭാഷ് ചോദിക്കുന്നുണ്ട്, അല്ല മണിച്ചേട്ടാ, ഇനി ഇവിടുത്തെ വിശേഷ പൂജ എന്താ പ്രത്യേകിച്ചുള്ളത്? നമുക്ക് ഇതിനെക്കുറിച്ചോ വഴിപാടുകളെക്കുറിച്ചൊന്നും നമുക്കറിയില്ലല്ലോ, പ്രത്യേകിച്ച് എന്തെങ്കിലും പൂജയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ്, പിന്നെ ഇല്ലേ, നിങ്ങൾ വന്ന സമയം എന്തുകൊണ്ട് നല്ലതാണ് മണിച്ചേട്ടൻ പറയണം. അപ്പോൾ സുധീഷ് ചോദിക്കും, അതെന്താ മണിച്ചേട്ടാന്ന് ചോദിക്കുകയാണ്. അതെ, നാളെ ഇവിടെ ഒരു വിശേഷ പൂജയുണ്ട്. വർഷങ്ങളായിട്ട് പല സ്ത്രീകളും ഈ അമ്പലത്തിൽ വന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരെ കുടുംബത്തിൻ്റെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുമെന്ന് പറയണം. അപ്പം പറഞ്ഞ്, ആഹാ, എങ്കിൽ പിന്നെ അത് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഭാസ്കരനും വരെയാണ്. അങ്ങനെ ഭാസ്കരനും വന്ന് അവിടെ നിൽക്കുമ്പോഴത്തേക്ക്, അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പൂജയെല്ലാം എന്തായാലും നമ്മൾ വന്നതല്ലേ, കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്, പോണേ ഉള്ളൂ എന്ന് തിരുമേനിയുടെ അടുത്ത് ഭാസ്കരനും പറയണം. അപ്പോൾ ഇത് സ്ത്രീകൾ ചെയ്യേണ്ട പൂജയാണ്. അപ്പോൾ ലളിത പറഞ്ഞു, അതെ മണി, അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ കുടുംബത്തെ സ്ത്രീകളൊന്നുമില്ല, ആ കുടുംബത്ത് പെണ്ണ് വാഴില്ല എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ഭയങ്കര ദേഷ്യം പറയണം. ഈ ലളിത 24 മണിക്കൂറും ഭാസ്കരൻ്റെയും മക്കളുടെയും കുറ്റവും കുറവും പറയാനല്ലാണ്ട് വാ തുറക്കില്ല. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, അമ്മ ഇത് അമ്പലമല്ലേ, അമ്മയ്ക്കൊന്ന് വാ അടച്ചിരുന്നൂടെ. സുനന്ദ പറഞ്ഞ് മടുക്കണം. പക്ഷേ ലളിതയ്ക്ക് ഇങ്ങനെ കുത്തിയിരിക്കണം. എന്തെങ്കിലും കുഞ്ഞായ്മ പറഞ്ഞില്ലെങ്കിൽ ലളിതയ്ക്ക് ഒരു സമാധാനമില്ല. കാരണം ലളിതയ്ക്ക് ഇവരിവിടെ വന്നത് തൊട്ട് ലളിതയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്തായാലും ഇവരിവിടെ വന്നത് ലളിതയ്ക്ക് തീരെ പിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു പൂജ ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്നൊരു ഭാവമാണ് ലളിതയ്ക്ക്. ലളിത എന്തോ വർഷങ്ങളായിട്ട് ഇവിടെ ചെയ്യണമെന്നുള്ളത്. അപ്പം നിധി പറഞ്ഞു, അതെ, ഇവിടുത്തെ എന്ത് പൂജയാണെങ്കിലും ഞാൻ ഈ കുടുംബത്തെ മരുമകളാണ്, അതുകൊണ്ട് ഞാൻ എന്ത് പൂജയാണെങ്കിലും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ സുഭാഷ് പറഞ്ഞു, മോളെ, ചിലപ്പം വല്ല കടുത്ത പൂജകളൊക്കെയാണ്, അല്ല പൂജകളാണെങ്കിലും മോളെ കൊണ്ട് പറ്റാണ്ട് വന്നാലോ, എത്ര കടുത്ത പൂജയാണെങ്കിലും ഞാൻ ഈ കുടുംബത്തെ മരുമോളല്ലേ സുഭാഷ് ചേട്ടാ, ഞാൻ എന്തായാലും ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെ നിധി നിൽക്കുകയാണ്. അപ്പോഴേക്കും ലളിത പറയണ്, നീ ചെയ്യും, കാണാം. അതെ, വലിയ വീരമൊന്നും ഇളക്കണ്ട. മൂത്തവൻ പെണ്ണ് കെട്ടിയിട്ടില്ല, രണ്ടാമത്തവന് അങ്ങോട്ട് ധൃതി കാരണം ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നേക്കണേ, 5 ആണുങ്ങളുള്ള വീട്ടിൽ കഴിയണമല്ലോ. അവൾ വലിയ വീരം പറയുന്നു. സുനന്ദ പറയുന്നുണ്ട്, അമ്മ കുറച്ച് ഓവറാണ് കേട്ടോ അമ്മ ആവശ്യമില്ലാണ്ട് സംസാരിച്ച് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട, അമ്മ ഒന്ന് വാടച്ചിരിക്കാവോ, ഇതൊരു അമ്പല വീടല്ല എന്നൊക്കെ പറഞ്ഞ് സുനന്ദ വഴക്ക് പറയുന്നുണ്ട്. നീ മിണ്ടാതിരിക്കടി. സുനന്ദേനെ ഉടൻ ലളിത വഴക്ക് പറയാണ്, നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ നിൽക്കണോ, നീ നിൻ്റെ കാര്യം നോക്കുക എന്നുള്ള രീതിയിൽ ലളിത സുനന്ദേനെ ഒച്ചയെടുക്കുകയാണ്. സുനന്ദയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പാടില്ല. അങ്ങനെ തിരുമേനി പൂജയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എല്ലാ വർഷവും എന്തായാലും അവരിപ്പോൾ വന്നല്ലോ, തിരുമേനി പറയാണ്, ഈ വർഷമാണ് അവർ ആദ്യമായിട്ട് വന്നത്. ഇനി മുതൽ എല്ലാ വർഷവും മുടങ്ങാണ്ട് തന്നെ നിങ്ങൾ ഈ പൂജയും വഴിപാടുകളും എല്ലാം ചെയ്യണം. നിങ്ങളുടെ കുടുംബത്തെ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. വിളിച്ചാൽ വിളി കേൾക്കണ ഭഗവതിയാണ്. എല്ലാ ദോഷങ്ങളും നിങ്ങൾക്കുള്ളത് മാറും. അതുകൊണ്ട് മുടങ്ങി കിടക്കുന്ന പൂജയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇനി വർഷം ചെയ്ത് ആക്കിയാൽ മതി. അപ്പം നമ്മുടെ സുഭാഷും സുധീഷും ഒക്കെ പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ തിരുമേനി എന്ന് പറഞ്ഞു. അപ്പോൾ ലളിത പറയുന്നുണ്ട്, എല്ലാ വർഷവും എവർ ചെയ്യുന്ന കണക്ക് തന്നെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്, ഞങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എവർ എന്ന് തിരുമേനിയുടെ അടുത്ത് പറയുന്നുണ്ട്. തിരുമേനി ഒന്നും മിണ്ടാൻ നിന്നില്ല. കാരണം ഈ ലളിതയുടെ സംസാരം കേട്ടാൽ തന്നെ ആർക്കും അറിയാമല്ലോ കുശുമ്പും കുഞ്ഞായ്മയും പിടിച്ചൊരു സ്ത്രീയാണ് എന്നുള്ളത്. അങ്ങനെ സുഭാഷ് പറഞ്ഞു, ഈ മുടങ്ങിക്കിടക്കുന്ന പൂജയുടെ പൈസ എന്തെങ്കിലും നമ്മൾ മുന്നേ കൂട്ടി അടച്ച് തീർക്കണമെങ്കിൽ അങ്ങനെ തീർക്കാൻ തിരുമേനി. അപ്പം മണിച്ചേട്ടൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ കുറേശ്ശെയായിട്ട് ഓരോ വർഷം വരുമ്പോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും നാളത്തെ വിശേഷ പൂജ നമുക്ക് ഈ കുട്ടി ചെയ്യുമെങ്കിൽ എന്തായാലും നമുക്ക് അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ എത്രയോ ദൂരം നിന്ന് വന്ന് ഈ അമ്പലത്തിൽ ചെയ്യുന്ന ഒരു വഴിപാടാണ്, അതെന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുധീഷ് ഒരു ടെൻഷനുണ്ട്, ഇനിയിപ്പോൾ എന്ത് പൂജയാണ് നിധിയെ കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനാണ് കേട്ടോ. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം സുഭാഷ് ചോദിക്കുന്നുണ്ട്, അല്ല മണിച്ചേട്ടാ, ഈ ആണുങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും പൂജ നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ വഴിപാടോ അങ്ങനെയുണ്ടോ? എന്തായാലും ഈ നാളെ വരുന്നത് സ്ത്രീകൾ ചെയ്യുന്ന പൂജയാണ്, അതൊരു പ്രത്യേക പൂജ തന്നെയാണ്. അപ്പം നമ്മുടെ സുനന്ദയുടെ അടുത്ത് ലളിത അവിടെ ഇരുന്നുകൊണ്ട് പറയണേ, എനിക്കൊന്ന് കാണണം, എവള് നാളെ ഈ പൂജ ഒന്ന് ചെയ്യണത് ഞാനൊന്ന് കാണട്ടെ എന്ന രീതിയിൽ വെല്ലുവിളിക്കാൻ കേട്ടോ. അങ്ങനെ അതും പറഞ്ഞ് സുനന്ദയും ലളിത അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നിധിക്ക് അങ്ങോട്ട് വല്ലാത്തൊരു
ഒരു ദേഷ്യം വരുന്നു കേട്ടോ. നിധി തുറിപ്പിച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെ അവർ പോണത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അവിടെയൊക്കെ ഒന്ന് കാണാനായിട്ടൊക്കെ പോവാണ്. അങ്ങനെ നമ്മുടെ നിധിയും സുധീഷും കുറച്ച് മാറിയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ സുധീഷ് പറഞ്ഞ് നമുക്കൊരു സെൽഫി എടുത്താലോടോ. അതിനെന്താ. അങ്ങനെ സുധീഷ് ആദ്യം ഒന്ന് നിന്ന്, എന്നിട്ട് കുറച്ചും കൂടെ ചേർന്ന് നിന്ന്, ഹലോ എന്താ, അല്ല ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കവർ ചെയ്യാൻ, അതൊക്കെ മതി ബാക്ക്ഗ്രൗണ്ട്, വേണമെങ്കിൽ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നത്. കാരണം മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ടാണ് നമ്മുടെ സുധീഷ്, അതിനേക്കാളേറെ സുന്ദരിയായിട്ട് നമ്മുടെ നിധി. അപ്പോൾ പിന്നെ എങ്ങനെയാണ്. അങ്ങനെ അതുകൊണ്ട് രണ്ടുപേരും നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അവർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിധി ചോദിക്കുന്നുണ്ട്, അല്ല സുധീഷ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സുധീഷിൻ്റെ അമ്മയുടെ വീട് എവിടെയാണ്, തറവാടും കാര്യങ്ങളൊക്കെ എവിടെയാണ്? അപ്പോൾ സുധീഷ് പറഞ്ഞു, സത്യം പറഞ്ഞാൽ നിധി അറിയില്ലെന്നോ? അതെന്താ അങ്ങനെ? എൻ്റെ ഓർമ്മയിൽ പോലും അമ്മയില്ല, അമ്മേനെ കുറിച്ചുള്ളൊരു ഓർമ്മകളൊന്നും എനിക്കില്ല. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് കുഞ്ഞുനാളായിരിക്കുമ്പോഴത്തേക്ക്, അതായത് അമ്മ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ കുറച്ച് കാലഘട്ടത്തിൽ അമ്മൂമ്മ, അതായത് അമ്മയുടെ അമ്മ ഞങ്ങളെ കാണാൻ വരുമ്പോൾ കുറേ പലഹാരങ്ങൾ കൊണ്ടുവരും, പോകുമ്പോൾ കുറച്ച് പൈസയൊക്കെ തന്നിട്ട് പോവും. ആ ഒരു ഓർമ്മകൾ മാത്രമേ എൻ്റെ ഉള്ളൂ എന്ന് സുധീഷ് പറയാനേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ അച്ഛനും അമ്മയും എല്ലാം ഇരിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് സുധീഷ് നമ്മുടെ സുഭാഷിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനായിട്ടോ. അപ്പം നിധിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നും. കാരണം അവരുടെ ജീവിതത്തിൽ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമൊന്നും ശരിക്കും ഈ സുഭാഷോ സുധീഷോ ഹരീഷോ നികേഷോ അറിഞ്ഞിട്ടില്ല. അത് നിധിക്ക് തിരിച്ചറിയാനും പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷും നിധിയും കൂടെ അങ്ങനെ സുഭാഷിനെ നോക്കുമ്പോഴാണ് ചാന്ദിനി അടുത്തിരിപ്പുണ്ട് കേട്ടോ. ആ സമയത്ത് കുറച്ച് അവിടെ ഇരുന്ന മരത്തിൻ്റെ മേളിൽ നിന്ന് കുറച്ചിങ്ങനെ നല്ല പൂക്കൾ വന്ന് ഈ സുഭാഷിൻ്റെ തലയിൽ വീഴുന്നു കേട്ടോ. അപ്പോൾ ചാന്ദിനി അതൊക്കെ ഇങ്ങനെ എടുത്ത് തലയിൽ നിന്ന് തട്ടി മാറ്റി തലയൊക്കെ നല്ല വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ സുനന്ദ അവിടെ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. സുനന്ദ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സുധീഷും അതുപോലെ തന്നെ നിധിയും കാണുന്നുണ്ട്. കാര്യം രണ്ടുപേരും നല്ല ചേർച്ചയുണ്ടല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ വാ, നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് ചോദിക്കാമെന്നും പറഞ്ഞ് ചാന്ദിനിയും സുഭാഷും ഇരുന്നിടത്തോട്ട് നമ്മുടെ നിധിയും സുധീഷും ചെല്ലുകയാണ്. അപ്പം നിധി സുധീഷും കുറേ നേരമായിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി ഫോട്ടോയൊക്കെ എടുക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഹരീഷും നികേഷും പരസ്പരം അങ്ങോട്ട് നോക്കി ചിരിക്കുകയാണ്. എന്തായാലും ഈ അമ്പലത്തിൽ നിന്ന് പോയി കഴിയുമ്പോഴേക്കും നിധിയേട്ടത്തെയും സുധീഷേട്ടനും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് വരും, അത് ഉറപ്പാന്ന് അവർ രണ്ടുപേരും കൂടെ മനസ്സിലിങ്ങനെ പറയാനേട്ടോ. കാര്യം വേറൊന്നുമില്ല, അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ സുധീഷ്, ആ ഒരു സ്നേഹം പിടിച്ചു കിട്ടാനും കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാളത്തെ എപ്പിസോഡിൽ വരുന്നതെന്ന് പറയണത് ഇവർ അമ്പലത്തിലുള്ള നാളത്തെ ആ വഴിപാടിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എന്ത് വഴിപാടാണ്. അപ്പോൾ നാളെ ഈ സ്ത്രീകൾ വന്ന് ചെയ്യുന്ന ഒരു വഴിപാടാണ്. അപ്പോൾ അത് എല്ലാ കൊല്ലവും ലളിത ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കൊല്ലം സുനന്ദയാണ് ആ വഴിപാട് ചെയ്യുന്നത്. അപ്പം ആ വഴിപാട് എന്താണെന്ന് അറിയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നിധിയും സുധീഷും സുഭാഷൊക്കെ ഞെട്ടിപ്പോവുക. അതായത് തീച്ചട്ടി കയ്യിലെടുക്കുന്ന ഒരു വഴിപാടാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊക്കെ ഇനി വരും എപ്പിസോഡുകളിലാണ്. അപ്പം ഏകദേശം ഈ ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷങ്ങൾക്കായിട്ട് ഇനി കാത്തിരിക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുകൊണ്ട് കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ 3 പരമ്പരകളും പവിത്രം ഞാൻ അപ്കമിങ് വിശേഷം 12 മണിക്ക് ഇട്ടിട്ടുണ്ട്, 6:30 രാവിലെ ഇവർ വിവാഹിതരായാൽ ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു 2:30 നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തിക്കോട്ടെ. അപ്പോൾ ഇനി വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.